കോൺഗ്രസ് ദുരന്തബാധിതർക്കായി പ്രഖ്യാപിച്ച 100 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള തറക്കല്ലിടലാണ് ഇന്ന് മേപ്പാടി കുന്നമ്പറ്റയിൽ നടക്കുന്നത്. ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസിന്റെ ഒരു വലിയ സ്വപ്നമാണ് ഇന്ന് തുടക്കം കുറിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വയനാട് മേപ്പാടി ദുരന്തമുണ്ടാകുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗമായി ഇവിടേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. അന്ന് യൂത്ത് കോൺഗ്രസും പാർട്ടിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഭവനങ്ങൾ പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ തറക്കല്ലിടൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. സൈറ്റ് നിർമ്മാണം എന്ന കമ്പനിക്ക് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അതിൻ്റെ സമയബന്ധിതമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു പ്രതിപക്ഷ സംഘടന എന്ന നിലയ്ക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഈ ദൗത്യം ഏറ്റെടുത്തത്. ആ ദൗത്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം സ്ഥലം കണ്ടെത്താൻ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. കാരണം വയനാട് പോലൊരു സ്ഥലത്ത് ഈ സ്ഥലപരിമിതികൾ വളരെ കൂടുതലുള്ള സ്ഥലമാണ്. സ്പെഷ്യൽ സോണുകളെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ അതിന് അനുയോജ്യമായൊരു സ്ഥലം കണ്ടെത്തി അതിൻ്റെ മറ്റ് സർവേ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് മറ്റ് നിയമപരമായ കുരുക്കുകളില്ലാന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. കുറച്ചധികം പ്രയാസങ്ങൾ സ്ഥലം കണ്ടെത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതെല്ലാം അതിജീവിച്ച് ഇനി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഒരു വലിയ ചാരിതാർത്ഥ്യത്തിന്റെ നിമിഷമാണ്. ഇപ്പോൾ കോൺഗ്രസ് ഈ വീട് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട യൂത്ത് കോൺഗ്രസ് ആണ്. പിരിച്ച ഫണ്ട് എവിടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ CPM ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടി ഒരു മറുപടിയാണോ ഇത്? യൂത്ത് കോൺഗ്രസിനെ വല്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കോണുകളിൽ നിന്നും ആക്രമിക്കുന്ന ഒരു സമീപനമുണ്ടായി. സർക്കാരിൻ്റെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ഭവനം എവിടെ എന്നാണ് ചില ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. സർക്കാർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബോഡിയാണ്. സ്റ്റേറ്റിൻ്റെ എല്ലാവിധങ്ങളായ അധികാരങ്ങളുമുള്ള ഒരു സംവിധാനം 770 കോടി രൂപ കൈവശം വെച്ചിട്ടാണ് ഈ 1.5 വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുമ്പോഴും ഇപ്പോഴും ദുരന്തബാധിതർക്ക് വീട് കൈമാറാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. 405 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് ഏതാണ്ട് 178 വീടുകളിൽ മാത്രമാണ്. അതിൽ തന്നെ ഒരുപാട് പോരായ്മകളും ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ പരിമിതപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോലും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ സർക്കാരിനെയും പ്രതിപക്ഷ യുവജന സംഘടനയെയും താരതമ്യം ചെയ്തിട്ടാണ് പല ബുദ്ധിജീവികളും ഇവിടെ വലിയ പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എടുത്തു പറയുമ്പോൾ ഈ DYFI പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 100 വീട് കൊടുക്കുന്നുണ്ട്. ആ 100 വീടിനുള്ള 20 കോടി രൂപ സർക്കാരിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്തു. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്ക് പോലും പാലിക്കുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ്. യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച 1,05,00,000 രൂപ KPCCക്കാണ് കൈമാറിയത്. KPCCയുടെ ഭവന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ ഭവന നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. DYFIയുടെ ഭാഗമായി പണം സമാഹരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ CPMന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊരു തരത്തിലും ഇതിൻ്റെ ഒരു ഇടപെടൽ നമ്മൾ കണ്ടില്ല. CPM ഒരു ഭവന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ട് കണ്ടിട്ടില്ല. CPMന്റെ ഒരു പോഷക സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല. CPMന്റെയും മുഴുവനായ സംഘടനകളുടെയും എല്ലാം കൂടി നേതൃത്വത്തിലാണ് DYFIക്ക് വേണ്ടിയുള്ള ധനസമാഹരണം നടന്നത്. അതിൻ്റെ ഭാഗമായി അവർ സമാഹരിച്ച പണം സർക്കാരിലേക്ക് കൊടുത്തു. സർക്കാർ അത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തു. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം